ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ വ്ളോഗിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഞങ്ങൾ 34 പേർ കാശ്മീരിലെ ശ്രീനഗറിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇനിയുള്ള കുറച്ച് എപ്പിസോഡുകളിൽ പറയാൻ പോകുന്നത്. ഇത് ഷാലിമാർ ഗാർഡൻ ആണ്. എക്സൈറ്റഡ് ഹസ്രത്ത് ബാൽ മസ്ജിദ്. കൂടെ ഇങ്ങനെ ഒരു യാത്രയിൽ പോകാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് വളരെ മനസ്സിന് താല്പര്യമുള്ളത് കൊണ്ടാണ് വീണ്ടും പോകാൻ പറ്റുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. സെപ്റ്റംബർ മാസം 16-ാം തീയതി ഉച്ചക്ക് 12 മണിക്കാണ് നാട്ടിൽ നിന്ന് യാത്ര തുടങ്ങിയത്. തിരുവോണത്തിൻ്റെ പിറ്റേന്നായതിനാൽ ഹോട്ടലുകളൊന്നും തുറക്കില്ല എന്നറിയാമായിരുന്നു. 12:20 നിർമ്മലഗിരിയിലെ 3-ാം പീടികയിലെത്തുമ്പോഴേക്കും ഭക്ഷണവുമായി ജയശ്രീ റെഡി. ഈ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം മുൻകൂട്ടി കണ്ടെത്തി ഏർപ്പാടാക്കിയിരുന്നു. ഇരിട്ടി മാടത്തിയിൽ എയ്ഡഡ് LP സ്കൂൾ മാനേജർ ചന്ദ്രേട്ടനോട് മുൻകൂട്ടി അനുവാദം ചോദിച്ചു വെച്ചിട്ടുണ്ട്. 1:10 സ്കൂളിനടുത്തെത്തുമ്പോൾ അദ്ദേഹം ഞങ്ങളെ കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. സ്കൂൾ തുറന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കി തന്നു. കൈ കഴുകുന്നതിനുള്ള വാട്ടർ ടാപ്പും ടോയ്ലറ്റുമൊക്കെ ഉണ്ടായിരുന്നതിനാൽ അത് വലിയ ഒരു അനുഗ്രഹമായി. കായും പരിപ്പും ചേർത്ത് വെച്ച കറിയും ചിക്കൻ വരട്ടിയതും ഉണ്ടായിരുന്നു. ഇതുകൂടാതെ പുളിയിഞ്ചി, അച്ചാറ്, വെള്ളപ്പച്ചടി, ഇഞ്ചിപ്പച്ചടി, പറവ് എന്നിവയും ഉണ്ടായിരുന്നു. ചന്ദ്രേട്ടാ, താങ്ക്സ് എ ലോട്ട്. പിന്നെ യാത്ര നേരെ ബാംഗ്ലൂരിലേക്ക്. വൈകുന്നേരത്തെ ചായ എല്ലാവരുടെയും ഒരു ശീലമായതിനാൽ വഴിക്ക് വെച്ച് ഒരു കാലിച്ചായ കുടിച്ചു. ഒരു ഗതിയും പരഗതിയുമില്ലാത്ത റോഡായിരുന്നു പേട്ടച്ചുരത്തിലേത്. മൈസൂർ ടൗണിലേക്ക് കയറാതെ ശ്രീരംഗപട്ടണം വഴി ബൈപ്പാസ് ചെയ്താണ് എക്സ്പ്രസ് റോഡിലേക്ക് കയറിയത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരായിരുന്നു ഈ യാത്രാംഗങ്ങളിൽ പലരും. പക്ഷേ യാത്ര തുടങ്ങി കുറച്ചു സമയം കഴിയുമ്പോഴേക്കും എല്ലാവരും ചിരപരിചിതരെ പോലെയായി. പല ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന നീർച്ചാലുകൾ ഒന്നായി ചേർന്ന് ഒരു പുഴയായി മാറുന്നത് പോലെയാണ് യാത്രയിൽ. സ്വപ്നങ്ങളുടെ സൂചികാഗ്ര മുനമ്പിൽ നിന്ന് അനിശ്ചിതത്വത്തിൻ്റെ അനന്ത വിഹായസിലേക്കുള്ള കൂപ്പുകുത്തൽ, അതാണ് ഓരോ യാത്രയും. 17-ാം തീയതി രാവിലെ 9:10 ബാംഗ്ലൂർ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് ശ്രീനഗറിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 16-ാം തീയതി രാത്രി ബാംഗ്ലൂരിൽ താമസിക്കാനാണ് പ്ലാൻ. എയർപോർട്ട് റോഡിലുള്ള യശോദ നഗറിലെ ലിവ ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. യശ്വന്തപുരം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ കണ്ട ആനന്ദഭവൻ എന്ന ശുദ്ധ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചു. ഇത്തരം ഹോട്ടലുകളിൽ കയറിയാൽ ഭക്ഷണം ഓർഡർ ചെയ്ത് ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വരും. എന്നാൽ ആനന്ദഭവനിൽ സേവനം വളരെ വേഗത്തിലായിരുന്നു. നല്ലൊരു ഭക്ഷണം കഴിച്ച തൃപ്തിയോടെയാണ് എല്ലാവരും അവിടെ നിന്നിറങ്ങിയത്. ഹോട്ടൽ ലിവയിലേക്ക് എത്തുമ്പോഴേക്കും സമയം ഏതാണ്ട് രാത്രി 11 മണിയായിരുന്നു. ഹോട്ടൽ ലോബിയിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുക തലചായ്ച്ച് മയങ്ങുന്ന ഒരു ബുദ്ധ പ്രതിമയാണ്. ഈ കാഴ്ച മനസ്സിന് അപൂർവമായ ഒരു ശാന്തത കൈവരുത്തുന്നതായി തോന്നി. കറുപ്പും വെളുപ്പും സമ്മേളിക്കുന്ന ഒരു പ്രത്യേക പാറ്റേണിലാണ് ഈ ഹോട്ടലിൻ്റെ പെയിൻറ്റിങ്. നല്ല ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലാണ്. അത് സിറ്റിയിൽ നിന്നുള്ള, റോഡിൽ നിന്നുള്ള തിരക്കിൽ നിന്നെല്ലാം മാറി, ഒച്ചപ്പാട്ടിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരു നല്ലതായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. സിറ്റിയിൽ നിന്ന് കുറച്ചൊരു റോഡിൽ നിന്ന്, മെയിൻ റോഡിൽ നിന്ന് 100 മീറ്റർ ഉള്ളിലേക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഈ റോഡിൻ്റെ ഒരു ബഹളവും ഇവിടെ അറിയാനില്ല. കശ്മീർ വിശേഷങ്ങളുടെ തുടർ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.